Hi students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? എന്താ യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ പറയുന്നത്? Every body in the universe attract every other body in the universe with a force which is directly proportional to product of their mass and inversely proportional to square of the distance between them. And the force acting along the line joining between two particles. എപ്പോഴും അട്രാക്ഷൻ ആയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. എന്തായിരുന്നു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് 6.67 × 10⁻⁻11. വളരെ 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 ചെറുതാണ്. ജി ഷേപ്പിനെയോ സൈസിനെയോ മീഡിയത്തിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ജി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇറ്റ്സ് എ ഡയമെൻഷൻ ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ജി. പിന്നെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എപ്പോഴും അപ്ലൈ ചെയ്യുക? ഒന്നില്ലെങ്കിൽ പോയിന്റ് മാസ് ആയിരിക്കണം, അതല്ലെങ്കിൽ സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും? സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 particles each of mass m are situated at the vertices of an equilateral triangle of side A. Only the forces acting on the particles are their mutual gravitational forces. അപ്പോൾ 3 സെയിം മാസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 കോർണേഴ്സിൽ ഇരിക്കുന്നുണ്ട്. എല്ലാം സെയിം മാസാണ് എം എം എം. ആൻഡ് ദ സൈഡ് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? എ. ഇവ തമ്മിൽ എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ while they maintaining their original separation A determine the initial velocity that should be given to the each particle and time period of the circular motion. അപ്പോൾ ഇതൊരു സർക്കുലർ മോഷനിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്പോസ് ഇത് ഇങ്ങോട്ട് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന നോക്കി അല്ലേ? പക്ഷേ ഇവിടെ എത്ര പാർട്ടിക്കിൾസാണ് മൂവ് ചെയ്യുന്നത്? 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ അത്യാവശ്യമായിട്ടുള്ളത്? ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുക്കുക, ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഞാൻ ഇതെടുത്തു കേട്ടോ. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഈ എം കാരണം ഇതിന് ഞാൻ എ എന്നും ഇതിന് ഞാൻ ബി എന്നും ഹിയർ സി ABC ചുമ്മാ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ എമ്മിൽ നെറ്റ് ഫോഴ്സ് സിയിലുണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് അറിയണം ആദ്യം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എം കാരണം ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, നേരെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും അല്ലേ? FA ഹിയർ FA. ഇറ്റ് ഈസ് ദ FA. ഇത് ജസ്റ്റ് അട്രാക്റ്റിംഗ് ഇതിൻ്റെ അടുത്തോട്ട് അല്ലേ? ഇത് ഇങ്ങോട്ടുള്ളത് എന്തായിരിക്കും? ഹിയർ ഇറ്റ് ഈസ് ദ FB ഇങ്ങോട്ട്. സിയും എയും നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോഴ്സ് ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ടുവേർഡ്സ് ദ എ ആയിരിക്കും, സി ടുവേർഡ്സ് ദ ബി ആയിരിക്കും. ദെൻ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാ? ഇറ്റ്സ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആംഗിൾ ഈസ് 60 ഡിഗ്രി. അപ്പം നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചൂടെ? 2 ഫോഴ്സ് FA ആൻഡ് FB. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ എന്താണ്? 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് എന്തായിരിക്കും? റൂട്ട് ഓഫ് FA² പ്ലസ് FB² പ്ലസ് 2FA FB cos 60. ഇനി FAയുടെയും FBയുടെയും മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. FA എത്രയാ? G × M × M² ഡിവൈഡഡ് ബൈ A². അത് തന്നെയല്ലേ G × M² ഡിവൈഡഡ് ബൈ A² തന്നെയല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് FA ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് FB ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഞാൻ അതിന് ചുമ്മാ സ്മോൾ f എന്ന് എടുത്തു കേട്ടോ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F അറ്റ് സി എന്ന് പറയുന്നത് F നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് എന്ത് കിട്ടും? F² പ്ലസ് 2F² cos 60. cos 60 എത്രയാണ് മക്കളെ? 1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 2F² പ്ലസ് 2F² × 1/2 √3F
√3f is equal to √3 into നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? ഏതെങ്കിലും ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ √3 g into m square divided by a square. √3 g m square divided by a square. This is equal to എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അതാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടി. എത്രയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടിയത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് mv² ഡിവൈഡഡ് ബൈ r ഈക്വൽ ടു ഈ ബോഡിക്ക് ഉണ്ടാവുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നോക്കിയേ, ഇങ്ങനെയല്ലേ കിട്ടുക? അതന്നെയല്ല അതിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്നത്. ജസ്റ്റ് പാരലോഗ്രാം ലോ അവിടെ തന്നെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് എടുത്തു നോക്കി. അപ്പോൾ എന്താ ഇടും? √3 g m² ഡിവൈഡഡ് ബൈ a square. √3 g m² ഡിവൈഡഡ് ബൈ a square. ഒരു എമ്മും കൂടി കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എത്ര കിട്ടും? v² ഡിവൈഡഡ് ബൈ r is equal to √3 g m ഡിവൈഡഡ് ബൈ a square. √3 g m ഡിവൈഡഡ് ബൈ a square. എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയോ? റേഡിയസ് അറിയില്ല. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്ക് വേറെ ഒരു കളർ എടുക്കാം. ഇവിടുന്ന് റേഡിയസ് കണ്ടുപിടിക്കണം. ഇതാണ് സെൻറ്റർ, ഇതാണ് നമ്മളെ റേഡിയസ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം. ഹിയർ ദ ആർ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ മൊത്തം ആംഗിൾ എത്രയാണ്? 60. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 30. ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇത് എത്രയായിരിക്കും? അപ്പോൾ a/2. ഈ ഹൈപ്പോട്ന്യൂസ് പറയാം. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ ഹൈപ്പോട്ന്യൂസ് ആണ്, അഡ്ജസൻറ്റ് സൈഡ് a/2. അപ്പോൾ നമുക്ക് എന്തറിയാം? അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ എന്താ? cos 30. cos 30 is equal to a/2 divided by r. cos 30യുടെ വാല്യൂ എത്രയാണ് മക്കളെ? √3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 2r. 2 കട്ട് ചെയ്ത് പോയി. ദെൻ r is equal to a ഡിവൈഡഡ് ബൈ √3. കിട്ടിയില്ലേ? ഇനി ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ? അപ്പോൾ 3 ബോഡി സർക്കുലർ പാത്തിൽ പോവാണ്. 3 ബോഡി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡിലാണ്, 3 കോർണേഴ്സിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ ഒരിക്കലും ഡിസ്റ്റൻസ് വേരി ചെയ്യാതെ സർക്കുലർ പാത്തിൽ തന്നെ പോകണമെങ്കിൽ അവ തമ്മിൽ എന്തുണ്ടായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അതിനാവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അറിയേണ്ട കാര്യം ആറിനെ ഇൻ ടേംസ് ഓഫ് എഴുതണം. നമുക്ക് ആകെ അറിയാവുന്ന ഏത് മാത്രമാണ്? എ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഫിഗർ വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടും? v² ഡിവൈഡഡ് ബൈ r is equal to a ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു √3 g m ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ഒരു എയും കട്ട് ചെയ്ത് പോയി. √3 കട്ട് ചെയ്തു. ദെൻ v is equal to √g m ഡിവൈഡഡ് ബൈ a. ഇറ്റ്സ് എ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റത്തെ ആൻസർ കിട്ടി. വാട്ട് ഈസ് ദ വെലോസിറ്റി? വെലോസിറ്റി എത്രയാണെന്നുള്ളത് കിട്ടി. ദെൻ ഒന്നുകൂടി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടൈം പീരിയഡ്? ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? അതിപ്പോൾ എന്ത് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ? വെലോസിറ്റി കിട്ടി. എന്തുകൊണ്ട് കണ്ടുപിടിക്കണം? ടൈം പീരിയഡ് കൂടി കണ്ടുപിടിക്കണം. അതെങ്ങനെ കിട്ടുക? വെലോസിറ്റിയും ടൈം പീരിയഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ഒരു സർക്കുലർ പാത്ത് ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 2πr ഡിവൈഡഡ് ബൈ ടി. ടോട്ടൽ ടൈം എത്രയാണ്? ടി. ഒരു ഫുൾ സർക്കിൾ, അതായത് ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എത്തണം എങ്കിൽ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? ക്യാപിറ്റൽ ടി ഇസ് ദ ടൈം പീരിയഡ്. ഡിസ്പ്ലേസ്മെന്റ് അല്ല, നമ്മൾ എടുത്ത ഡിസ്റ്റൻസ് എടുത്തു. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അതിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πr എത്രയാണെന്നുള്ളത്? a ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു ടി ഈക്വൽ ടു വെലോസിറ്റി നമുക്ക് കിട്ടി √g m ഡിവൈഡഡ് ബൈ a. √g m ഡിവൈഡഡ് ബൈ a. Then time period equal to, what is the value of time period? Then time period t is equal to 2π a divided by √3 into √g m divided by തിരിച്ചു കിട്ടും അല്ലേ? √a divided by g.
ടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിനെ ഇങ്ങോട്ട് റെസിപ്രോക്കൽ ആയിട്ടല്ലേ വരും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടും? റൂട്ട് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ അത് നമുക്ക് എനെ നമുക്ക് റൂട്ടിന് ഉള്ളിലോട്ട് എടുക്കാം. ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതാം. എ എന്ന് പറഞ്ഞ റൂട്ടിന് ഉള്ളിലോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് 2π റൂട്ട് ഓഫ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇങ്ങനെ ഉള്ളിലോട്ട് എടുത്തു 3gm. ടൈം പീരീഡ് കിട്ടി. ടൈം പീരീഡ് എത്രയാണ്? 2π റൂട്ട് ഓഫ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ 3gm. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ ഒരു ബോഡിക്ക് സർക്കുലർ പാത്ത് പോകണമെങ്കിൽ എന്താ അത്യാവശ്യമായിട്ട് വേണ്ടത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next one. A uniform solid sphere of mass m1. A uniform solid sphere of mass m1 is separated from a uniform rod of length capital L. A uniform rod of length capital L and mass m2. Mass m2. Calculate the gravitational force exerted by the sphere on the rod. നമുക്ക് അറിയേണ്ടത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഇവ തമ്മിലുള്ള സെപ്പറേഷൻ, ഇതിൻ്റെ സെൻറ്ററും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ ഞാൻ എന്തെടുത്തു? ആർ. സപ്പോസ് ഈ ആർ എന്ന് പറയുന്നത് വളരെ 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 വലുതാണെങ്കിൽ, ഇഫ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ റോഡ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് റോഡിനെ എന്തായിട്ട് എടുക്കാം? ഒരു പോയിന്റ് മാസമായിട്ട് എടുക്കാം. എടുത്തൂടെ? കാരണം നമുക്ക് ഈ gm1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്തിനു മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ? പോയിന്റ് മാസ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ഫെറിക്കൽ സിമെട്രി ആയിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ആർ എന്ന് പറയുന്നത് അത്ര വലിയൊരു ക്വാണ്ടിറ്റി അല്ല. സപ്പോസ് ചെറുതാണെങ്കിൽ ജനറലി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം? ഇതിനെ നമുക്കൊരു ചെറിയ എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം എടുക്കാം. സ്മോൾ എലമെൻറ്റ് ഡി എക്സ്, ഒരു സ്മോൾ എലമെൻറ്റ് ഡി എക്സ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന്, സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഡി എക്സ് വരെയുള്ള ലെങ്ത് ഇങ്ങനെ എന്തെടുത്തു? എക്സ് എന്നെടുത്തു. അപ്പോൾ ഈ സ്ഫിയർ ആ ഡി എക്സിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാമല്ലോ? കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഒരു ചെറിയ ഫോഴ്സ് കിട്ടും. അത് എവിടെ മുതൽ എവിടം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി? ഇവിടം മുതൽ ഇവിടം വരെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സമ്മേഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇൻറ്റഗ്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, സപ്പോസ് നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തു അല്ലേ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇങ്ങനെ നമ്മൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ ചുമ്മാ ആഡ് ചെയ്താൽ മതി, വെക്ടർ സം എടുത്താൽ മതി. എങ്കിൽ നമുക്ക് ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? അവിടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻ്റഗ്രേഷൻ. എന്താ യൂസ് ചെയ്യുക? ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ m1 ബോഡിയും അതായത് സ്ഫിയറും ഈ ഡി എക്സും തമ്മിലുണ്ടാക്കുന്ന ചെറിയ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഡി എഫ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി എഫ്? ഡി എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 ഇൻറ്റു ഡി എം m1 m2. m2 എന്താ മാത്രമാണ്? ആ ചെറിയ ഡി എക്സിൻ്റെ മാസ് ഡി എം ഡിവൈഡഡ് ബൈ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് സ്ക്വയർ. ജി m1 ഡി എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ഡി എം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഡി എം എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എത്രയാണ്? m2. അപ്പോൾ പെർ ലെങ്ത്തിലെ മാസ് എത്രയായിരിക്കും? അതിനെ ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ. എന്താ പറയുക നമ്മളതിനെ? ലീനിയർ മാസ് ഡെൻസിറ്റി. ടോട്ടൽ മാസ് m2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഡി എക്സിൻ്റെ മാസ് എത്രയായിരിക്കും? ഡി എം ഇസ് ഈക്വൽ ടു മാസ് പെർ ലാംഡ ഇൻറ്റു ഡി എക്സ്. പെർ ലെങ്ത്തിൽ ലാംഡയാണെങ്കിൽ ഡി എക്സ് ലെങ്ത്തിൽ എത്രയായിരിക്കും? പെർ ലെങ്ത്തിൽ ലാംഡ. അപ്പോൾ പെർ ലെങ്ത്തിൽ ലാംഡയാണെങ്കിൽ ഡി എക്സ് ലെങ്ത്തിൽ എത്രയായിരിക്കും? ലാംഡ ഇൻറ്റു ഡി എക്സ്. അതായത് ഒരു മിഠായിക്ക് 3 രൂപയാണെങ്കിൽ 10 മിഠായിക്ക് എത്ര രൂപയെന്ന് പറയണമെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ പെർ ലെങ്ത്തിൽ നമുക്ക് എത്രയാണ്? ലാംഡയാണ് മാസ് എങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഡി എക്സ് ലെങ്ത്തിൽ എത്രയായിരിക്കും മാസ്? ഡി എക്സ് ഇൻറ്റു ലാംഡ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ എത്രയായിരിക്കും? m2 ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു
dx. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. g ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ l ഇൻറ്റു dx dmi then ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മളെ ഡി എഫ്. ഇനി നമ്മൾ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ആ ഡിസ്റ്റൻസ് മുതൽ ആർ പ്ലസ് എൽ വരെ. അപ്പം നമുക്ക് ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടെ വരെ? ആറ് മുതൽ ആർ പ്ലസ് എൽ വരെ. ആ ഡിസ്റ്റൻസ് മുതൽ ആർ പ്ലസ് എൽ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ എൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ജി കോൺസ്റ്റൻറ്റ്, എം വൺ കോൺസ്റ്റൻറ്റ്, എം ടു കോൺസ്റ്റൻറ്റ്, എല്ലും കോൺസ്റ്റൻറ്റ്. അതൊക്കെ പുറത്തെടുക്കാം. അപ്പം എന്ന് കിട്ടും? ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ എൽ ഇൻ്റഗ്രൽ 1/x സ്ക്വയർ ഡി എക്സ് ആർ പ്ലസ് എൽ. ഓക്കെ അല്ലേ? ഇൻ്റഗ്രൽ 1/x സ്ക്വയർ എക്സ് റേസ് ടു -2 അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു -2 പ്ലസ് 1 എന്ന് വരുമ്പോൾ എത്ര കിട്ടും? എക്സ് റേസ് ടു -1 വിത്ത് ഒരു നെഗറ്റീവ് സൈൻ കൂടി വരും. അപ്പം എന്ത് കിട്ടും? ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് റേസ് ടു -1 എന്തായിരിക്കും? 1/x വിത്ത് നെഗറ്റീവ് സൈൻ. എവിടെ മുതൽ എവിടെ വരെയാണ്? വിത്ത് ആർ ടു ആർ പ്ലസ് എൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ എൽ -1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ മൈനസ് ഓഫ് മൈനസ് എന്തായിരിക്കും? പ്ലസ് 1/r. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടും നോക്കിയേ? എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ എൽ 1/r മൈനസ് 1/r പ്ലസ് എൽ. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ എൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആർ പ്ലസ് എൽ മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ആറും കട്ട് ചെയ്ത് പോയി. എത്ര കിട്ടും? എൽ. ആ എല്ലും ഈ എല്ലും കൂടിയും കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര കിട്ടും? ബാക്കി ആൻസർ എത്രയായിരിക്കും നോക്കിയേ? F is equal to G m1 m2 divided by R into R plus L is the force, net force. അപ്പോൾ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാ? G m1 m2 divided by R into R plus L. ഓക്കെ അല്ലേ? അപ്പോൾ ആറിൻ്റെ ലെങ്ത്ത് നമുക്കൊരു ചെറിയ വാല്യൂ ആണെങ്കിൽ, അതായത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും സ്മോൾ ആർ എന്നുള്ളതും കൺസിഡറബിൾ ആണെങ്കിൽ, അതായത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ അല്ല എങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം? ജി ഇൻറ്റു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ഇനി നമുക്കൊരു സബ് കേസ് കൊടുത്തു നോക്കാം. സപ്പോസ് എന്താണ്? ഇഫ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൽ ആണെങ്കിലോ നമുക്ക് ആറിന് എന്ത് ചെയ്യാം? എല്ലിനെ അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് 0 എടുക്കാം. ആർ ഇൻറ്റു ആർ പ്ലസ് 0 എത്ര തന്നെ കിട്ടും? ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് എന്ത് തന്നെയാണ്? അപ്പം നമുക്കത് എന്തുപോലെ ആയിട്ട് എടുക്കാം? സോ ഒരു പോയിന്റ് പാർട്ടിക്കിളായിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഈ ബാറിനെ നമുക്ക് എന്തെടുക്കാം? ഈ റോഡിനെ നമുക്കൊരു പോയിന്റ് മാസ്സായിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൽ ആണെങ്കിൽ, അതല്ലെങ്കിലോ ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണം? എഫ് നെറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ഫോഴ്സ് വെച്ചിട്ട് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, two solid spheres of same size of a metal are placed in contact by touching each other. അപ്പോൾ രണ്ട് സ്ഫിയേഴ്സ് സെയിം സൈസാണ്, സെയിം സൈസുള്ള രണ്ട് സ്ഫിയേഴ്സ് അവ ഇൻ കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ട്. Then prove that the gravitational force acting between them is directly proportional to r raised to n. n എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഓൾസോ ക്യാപിറ്റൽ ആർ. അപ്പോൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയായിരിക്കും? സെൻറ്റേഴ്സ് തമ്മിൽ, സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും? സെൻറ്ററിലായിരിക്കും. സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2r. ഡയമീറ്റർ ഹിയർ ആർ, ഹിയർ ആർ, ആർ പ്ലസ് ആർ 2r. ക്ലിയർ അല്ലേ?
ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാം. എന്താ ഫോഴ്സ്? G ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. r എത്രയാണ്? 2r ദ ഹോൾ സ്ക്വയർ. G ഇൻറ്റു m സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. പെട്ടെന്ന് കയറിയിട്ട് 4r സ്ക്വയർ അല്ല 4r റേസ് ടു എന്നിൻ്റെ വാല്യൂ -4 ആണെന്ന് എഴുതരുത്. എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. സോറി, 4r സ്ക്വയർ തന്നെ കേട്ടോ, എനിക്കാണ് മാറിയത്. G ഇൻറ്റു m m then G സോറി കേട്ടോ മക്കളെ, G m സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. ആറിൻ്റെ എന്നിൻ്റെ വാല്യൂ -2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ത് എഴുതണം? മാസ് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാ? ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം അല്ലേ? ദെൻ മാസ് ഇസ് ഈക്വൽ എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോള്യം. വോള്യം എന്താ മക്കളെ? സ്ഫിയറിൻ്റെ 4/3 πr ക്യൂബ്. 4/3 πr ക്യൂബ്. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. G ഇൻറ്റു റോ ഇൻറ്റു 4/3 πr ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. ദെൻ പ്രൊപ്പോർഷണാലിറ്റി ഒന്ന് മാത്രം, ജസ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പം നമ്മളും പ്രൊപ്പോർഷണാലിറ്റി മാത്രം എടുത്തു. മുകളിൽ എന്തൊക്കെയുണ്ട്? G കോൺസ്റ്റൻറ്റ്, റോ കോൺസ്റ്റൻറ്റ്, 4/3 കോൺസ്റ്റൻറ്റ്, പൈ കോൺസ്റ്റൻറ്റ്, ദെൻ r ക്യൂബ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. എത്ര കിട്ടും? പ്രൊപ്പോർഷണാലിറ്റി എന്താണ്? r⁶ ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഈക്വൽ ടു r⁴. അപ്പോൾ എന്താണ് എന്നിൻ്റെ വാല്യൂ? എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4. എന്നിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. പെട്ടെന്ന് ചാടി കയറിയിട്ട് എന്താ -2 എന്ന് എഴുതി വെക്കരുത്. കാരണം ഒരു സോളിഡ് സ്ഫിയറിൻ്റെ മാസ് അതിൻ്റെ വോള്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ദെൻ നമ്മൾ ഇനി പുതിയൊരു കൺസെപ്റ്റാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളെടുത്ത ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. നമ്മൾ അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫോഴ്സ് തമ്മിൽ ഒന്നില്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയിരിക്കും. ഒരു നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക? വിസ്കസ് ഫോഴ്സ്. ദീസ് ഓൾ ആർ കോണ്ടാക്ട് ഫോഴ്സ്. അതെല്ലാം നമ്മൾ ടെൻഷൻ, ഇതെല്ലാം നമ്മൾ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലേ? എന്നാൽ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇതൊക്കെ ഇൻ കോണ്ടാക്റ്റിൽ ഇരുന്നാലാണോ അപ്ലൈ ചെയ്യുക? അതിന് എന്താ പറയുക? നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് കൂടാതെ ഒരു പേര് കൂടി പറയും. എന്താ പറയുക അതിനെ? ഫീൽഡ് ഫോഴ്സ്. എന്താ പറയുക? ഫീൽഡ് ഫോഴ്സ് അല്ലേ? അപ്പോൾ രണ്ട് മാഗ്നറ്റ് ടച്ച് വയ്ക്കുമ്പോഴാണോ അത് അട്രാക്ട് ചെയ്യും റിപ്പൽ ചെയ്യും ചെയ്യുക? ചുമ്മാ അടുത്ത് കൊണ്ടുവന്നാൽ മതി അല്ലേ? അപ്പോൾ ലൈക്ക് ചാർജസ് അതെന്ത് ചെയ്യും? ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും എന്നും പറയുന്നത് രണ്ട് ചാർജ് ഇൻ കോണ്ടാക്റ്റിൽ വയ്ക്കുമ്പോഴാണോ? അല്ല, ചുമ്മാ ഒന്ന് അടുത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇൻ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോഴാണോ ആക്ട് ചെയ്യുക? അല്ല, കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിലും ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അപ്പം ഞാനും സണ്ണും തമ്മിലും എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, വീക്കസ്റ്റ് ഫോഴ്സ് ആയതുകൊണ്ട് മാസ് കൂടുമ്പോൾ നമുക്കത് കൺസിഡറബിൾ ആവും, അല്ലാത്ത സമയത്ത് അത് വളരെ 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 ചെറുതാണ്. അപ്പോൾ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് എന്ത് വേണം? ഒരു ഫീൽഡ് വേണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾസോ എ ഫീൽഡ് ഫോഴ്സ്. അപ്പോൾ ഒരു മാസ് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുന്ന ആ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയുക? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എന്താ പറയുക? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ദ സ്പേസ് അറൗണ്ട് ദ മാസ് ഈസ് നോൺ ആസ്, മാസല്ല ഏത് ബോഡി ആയിക്കോട്ടെ അതിൻ്റെ സറൗണ്ടിങ്സിനെ നമ്മൾ എന്ത് പറയും? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയും. നമുക്കറിയാം, നമ്മളെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമായിരിക്കും അല്ലേ? പെട്ടെന്ന് ടീച്ചർ കയറി വന്നാലോ എല്ലാവരും എവിടെയൊക്കെ ഒതുങ്ങിയിരിക്കും. പക്ഷേ ടീച്ചർ കുറച്ച് ഫ്രണ്ട്ലി ആണെങ്കിലോ കുറച്ച് പേര് അപ്പോഴും എന്ത് ചെയ്യും? മർമർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? എന്നാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സാറാണ് കയറി വരുന്നത് എങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ എന്ത് ചെയ്യും? നന്നായിട്ടൊക്കെ ഇരിക്കും. എന്നാൽ പ്രിൻസിപ്പളാണ് കയറി വരുന്നതെങ്കിലോ ആ കുട്ടികൾ മാത്രമല്ല തൊട്ടപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾ വരെ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ഇരിക്കും. അപ്പോൾ ഓരോ ആൾ വരുമ്പോഴും അയാളുടെ ഇഫക്റ്റ് എന്താണ്? വേറെ വേറെയാണ്.
എന്നതുപോലെ തന്നെ നമ്മൾ ഒരു മാസം വെക്കുന്ന എഫക്റ്റ് ആവില്ല രണ്ടാമത്തെ മാസം വെക്കുമ്പോൾ. അപ്പോൾ ഓരോ മാസം വെക്കുന്ന സമയത്തുണ്ടാവുന്ന എഫക്റ്റും എന്തുതന്നെയായിരിക്കും? ഡിഫറൻ്റ് തന്നെ ആയിരിക്കും. പിന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന മക്കൾ ഭയങ്കര മസിലൊക്കെ പിടിച്ച് എങ്ങനെ ഇരിക്കുന്നു, എന്നാൽ ലാസ്റ്റ് ബെഞ്ചിലെ മക്കളോ കുറച്ചൊക്കെ കുസൃതി തരങ്ങൾ കാണിക്കും അല്ലേ? അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിക്ക് വേരിയേഷൻ വരും. അപ്പോൾ ആ സ്ട്രെങ്ത് എല്ലായിടത്തും ഒരുപോലെ ആവോ? ഇല്ല. അപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ മെഷറാണ് ഇൻറ്റൻസിറ്റി. എന്താ പറയുക? ഇൻറ്റൻസിറ്റി. നമ്മൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ദ സ്പേസ് അറൗണ്ട് എ മാസീവ് ഒബ്ജക്റ്റ്. മാസ്സുള്ള ഒരു പാർട്ടിക്കിൾ ആവട്ടെ ബോഡി ആവട്ടെ എന്തായാലും ഒരു മാസിൻ്റെ സറൗണ്ടിങ്സിനെ പറയുന്ന പേരാണ് എന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഇരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഉള്ളിലായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് ഫോഴ്സ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എന്തിനാ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഓരോ മാസിൻ്റെയും വയ്ക്കുന്ന സമയത്ത് എഫക്റ്റ് വേറെ വേറെ ആയിരിക്കും. ഡിസ്റ്റൻസ് മാറുമ്പോഴും എഫക്റ്റ് വേറെ ആയിരിക്കും. ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്, ദ സ്ട്രെങ്ത് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെയാണോ നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റൻസിറ്റി. ഹൈലി ഇൻറ്റൻസ്ഡ് ആണെന്ന് പറഞ്ഞാലോ സ്ട്രെങ്ത് വളരെ കൂടുതൽ. അത് ലെസ് ആണ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാലോ സ്ട്രെങ്ത് വളരെ കുറവാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാസ് വെച്ചു, ഇവിടെ മാസ് വെച്ചു. അപ്പം ഒരു മാസ് വെച്ചാൽ ചുറ്റും എന്തുണ്ടായിരിക്കും? ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലേ? എനിക്കറിയണം അതിൽ നിന്ന് ആ ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിന്റ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയണം. ആ പി എന്നുള്ള പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയണം. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെറിയൊരു ചെറിയ മാസിനെ നമ്മൾ എന്താ പറയുക? ഇറ്റ്സ് എ പോയിന്റ് മാസ്. എന്താ പറയുക? പോയിന്റ് മാസ്. എന്തിനാ വളരെ ചെറിയ മാസ് വയ്ക്കുന്നത്? ആ മാസ് ഒരിക്കലും ഇതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അട്രാക്ട് ഒരു വലിയ മാസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടി അട്രാക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ ചെറിയ മാസ്, ഇറ്റ്സ് എ പോയിന്റ് മാസ്. ഒരു പോയിന്റ് മാസ് ഇവിടെ വെക്കും. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? F is equal to Gm delta m divided by distance r ആണെങ്കിൽ r square. സോ വെക്ടർ r ഇങ്ങോട്ടാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഫോഴ്സ് ഈസ് ദിസ് ഡയറക്ഷൻ. ദിസ് അട്രാക്ട് ചെയ്യും. എഫ് ഈ ഡയറക്ഷനിലായിരിക്കും. വെക്ടർ എന്തായിരിക്കും? മൈനസ് ആർ ക്യാപ്പ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ പ്ലസ് ആർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? ഡയറക്ഷൻ നെഗറ്റീവ് ആർ ക്യാപ്പ്. ദെൻ ഫോഴ്സ് പെർ മാസ് ആണ്. പെർ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ എം കൂടി ഡിവൈഡ് ചെയ്തു. പെർ മാസിനെ നമ്മൾ എന്ത് പറയും? ഇൻറ്റൻസിറ്റി. ഇറ്റ്സ് എ ഫോഴ്സ് പെർ മാസ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് പെർ മാസ്. ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആ പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് മാസ് വെച്ചാൽ മതി. അല്ലെങ്കിൽ യൂണിറ്റ് മാസ് വെക്കുന്നതിന് പകരം ഒരു പോയിന്റ് മാസ് വെച്ചു. ഒരു പോയിന്റ് മാസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പെർ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റൻസിറ്റി. മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നുമല്ല. മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഇ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എം ടെൻസ് ടു 0 എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എം. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെൽറ്റ എം ലിമിറ്റ് ഡെൽറ്റ എം ടെൻസ് ടു 0 എന്ന് പറയാൻ ഡെൽറ്റ എം ഒരിക്കലും 0 ആവരുത്. പോയിന്റ് മാസ് എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതായിരിക്കണം. പക്ഷെ ഒരിക്കലും എന്താവരുത്? 0 ആവരുത്. അപ്പോൾ ഒരു ചെറിയ പോയിന്റ് മാസ് വെച്ച് കഴിഞ്ഞാൽ പെർ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു എം മാസ് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഒരു ക്യാപിറ്റൽ എം മാസ് ഉണ്ട്. അതിന് ആ ഡിസ്റ്റൻസിൽ നമ്മളൊരു സ്മോൾ എം മാസ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയായിരിക്കും? Gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? ബൈ എം ചെയ്താൽ മതി. ഇൻറ്റൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. എന്താണ്?
force per unit mass. It is a vector quantity and its SI unit is Newton per kilogram. It's a vector quantity and its SI unit is Newton per kilogram. അപ്പോൾ ഇൻറ്റൻസിറ്റി അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് കണ്ടുപിടിക്കുക? ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പിടിക്കാം? ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഇൻറ്റൻസിറ്റി. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? എന്ത് ഇൻറ്റൻസിറ്റി എന്ന് പറയാം? സോ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് മാസ്. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഒരു പോയിന്റ് മാസ് കൊണ്ടുവയ്ക്കും, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് മെഷർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അതല്ല എങ്കിൽ അവിടെ ഒരു 1 കിലോഗ്രാം മാസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇൻറ്റൻസിറ്റി അല്ലേ? എം മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ 1 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റൻസിറ്റി. ഫോഴ്സ് പെർ യൂണിറ്റ് മാസിനെ നമ്മൾ എന്ത് പറയും? ഇൻറ്റൻസിറ്റി. ഇനി നമ്മൾ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാം. ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫറെൻറ്റ് കേസിൽ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് മാസ്. നമ്മളൊരു പോയിന്റ് മാസ് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് മാസ് വെച്ചു, ക്യാപിറ്റൽ എം, ഒരു പോയിന്റ് മാസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും എന്തുണ്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. സപ്പോസ് വി ഹാവ് ഫൈൻഡ് gravitational field intensity at a distance r from m at a point p. P എന്നുള്ള പോയിന്റിൽ നമ്മൾ വെക്ടർ ആർ ഇങ്ങോട്ട് വരച്ചു. P എന്നുള്ള പോയിന്റിൽ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയണം. ഓക്കെ അല്ലേ? സപ്പോസ് ഞാൻ അവിടെ സ്മോൾ എം മാസ് വെച്ചു വിചാരിക്കാം. സ്മോൾ എം മാസ് വെച്ചു. അപ്പോൾ ഫോഴ്സ് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ ജസ്റ്റ് ഇതിനെ അട്രാക്ട് ചെയ്യും. മൈനസ് ആർ ക്യാപ്. എന്തായിരിക്കും ഡയറക്ഷൻ? മൈനസ് ആർ ക്യാപ്. ദെൻ ദ ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ മാസ് ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് ആർ ക്യാപ്. Then we can write intensity is equal to intensity due to point mass E is equal to minus gm divided by r square r cap. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ഒരു പോയിന്റ് മാസ് കാരണം. അപ്പം എന്തായിരിക്കും? ഓൾവേസ് നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? ഒരു പോയിന്റ് മാസ് കാരണം ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? ഡൗട്ടില്ലല്ലോ? അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു, അപ്പോൾ ഒരുപാട് മാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? വെക്ടേഴ്സ് നമ്മൾ എടുക്കും അല്ലേ? അതിന് നമ്മൾ എന്താ ഒരു പേര് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റിക്കും എന്ത് അപ്ലിക്കബിൾ ആണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇപ്പോൾ സപ്പോസ് പോയിന്റ് പി എന്നിവിടെ എടുത്തു, ഒരുപാട് മാസ് ഉണ്ട്, ചുറ്റും ഒരുപാട് മാസ് ഉണ്ട്. M1, M2, M3, M4 അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവ തമ്മിലെല്ലാം ഓരോ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, വെക്ടർ R1, വെക്ടർ R2, വെക്ടർ R3, വെക്ടർ R4. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റീസ്. ചുമ്മാ സം ചെയ്യരുത്. ഇറ്റ് ഈസ് എ വെക്ടർ സം ഓഫ് വെക്ടർ E1 പ്ലസ് വെക്ടർ E2 പ്ലസ് വെക്ടർ E3 പ്ലസ് വെക്ടർ E4. എന്താ നമ്മൾ പറയുക? ഇറ്റ് ഈസ് എ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റിക്കും എന്ത് അപ്ലിക്കബിൾ ആണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്ത് നോക്കിയാലോ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്വയർ എടുത്തു. ഒരു സ്ക്വയറിൻ്റെ സൈഡ് സപ്പോസ് എ ആണ്. സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? എ ആണ്. എന്നിട്ട് ഓരോ വെർട്ടിസസിലും ഞാൻ ഈക്വൽ മാസ് വെച്ചു. ഈക്വൽ മാസ് വയ്ക്കാം ആദ്യം. എല്ലായിടത്തും മാസ് എം 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 എം. എനിക്കറിയേണ്ടത് ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ.
കറക്റ്റ് സെൻറ്ററിൽ ഓയിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയണം. ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയാൻ അവിടെ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് മാസ് അല്ലേ, ഒരു 1 കിലോഗ്രാം മാസമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എം അങ്ങോട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡ്യൂ ടു, ഞാനതിന് പേര് കൊടുത്തു ABCD. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഫോഴ്സ് കണ്ടുപിടിക്കാം നമുക്ക് അല്ലേ. ഫോഴ്സ് എന്തായിരിക്കും? എ ഫോഴ്സ് FA ഇങ്ങോട്ട്, FB ഇങ്ങോട്ട്, FC ഇങ്ങോട്ട്, FD ഇങ്ങോട്ട്. കാരണം എന്താ ചെയ്യുക? ഇതെല്ലാം അട്രാക്ട് ചെയ്യും, അട്രാക്ഷനാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ എഫ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫോഴ്സ് എന്ന് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? 1 കിലോഗ്രാം മാസാണ്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം? ഇൻറ്റൻസിറ്റി എടുക്കാം. അപ്പോൾ സെൻറ്റർ എടുത്തു, ഇത് ഇങ്ങോട്ട് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ EA, EB, EC, ED. ഫോഴ്സ് എടുക്കാം കേട്ടോ. ഫോഴ്സ് പെർ യൂണിറ്റ് മാസ് ആണ്. അപ്പോൾ എം മാസ് എടുക്കുന്നതിന് പകരം ഞാൻ 1 കിലോഗ്രാം മാസ് തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ EA, EB, EC, ED. അങ്ങനെയാണെങ്കിൽ നമുക്ക് EAയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? G × M ഡിവൈഡഡ് ബൈ ഇവിടെ മുതൽ ഇവിടം വരെ ഡിസ്റ്റൻസ് ഞാൻ R എന്നെടുത്തു. സെൻറ്ററിലോട്ട് ഡിസ്റ്റൻസ് എന്താണ്? GM ഡിവൈഡഡ് ബൈ R². എലോങ് O മുതൽ A വരെ OA, എലോങ് OA. സിമിലർലി EB OA OB, EC OC ഡയറക്ഷൻ, EDO OD ഡയറക്ഷൻ. എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് EA ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് EB ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് EC ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ED അല്ലേ? മാസ് എല്ലായിടത്തും സെയിം അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R². മാഗ്നിറ്റ്യൂഡ് എല്ലാറ്റിൻ്റെയും സെയിം ആണ്. അപ്പോൾ ഈ B ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ട്, D ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് സെയിം ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ആൻസർ എത്ര കിട്ടും? 0. ഇതും മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് കിട്ടും? സെൻറ്ററിൽ എത്രയായിരിക്കും ഇൻറ്റൻസിറ്റി? 0. അപ്പോൾ E @ O എത്ര കിട്ടും? 0. E @ O എന്തായിരിക്കും? 0. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ദെൻ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇതേ സ്ക്വയർ തന്നെ, പക്ഷെ ഈക്വൽ മാസ് അല്ല വെച്ചത്. മാസ് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിലോ ഒന്ന് നോക്കിയേ. ഒരു സ്ക്വയർ എടുത്തു. സപ്പോസ് ഹിയർ M, ഹിയർ 2M, ഹിയർ അഗെയിൻ M, ഹിയർ 2M. അയ്യോ, അത് വീണ്ടും അങ്ങനെ തന്നെ വരും. ഓക്കെ, ഒരു മിനിറ്റ്, വേറെ വാല്യൂ എടുക്കാം കേട്ടോ. M, 2M, 2M. സൈഡ് A തന്നെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി എത്ര? ഇവിടെ നമ്മൾ സെൻറ്റർ തന്നെ എടുത്തു കേട്ടോ. സെൻറ്ററിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് കിട്ടണം. എങ്ങനെ കണ്ടുപിടിക്കുക? പേര് കൊടുക്കാം ആദ്യം. ABCD. ഓക്കെ, ദെൻ A മുതൽ O വരെ ഏതായിരിക്കും ഡയറക്ഷൻ? ഇങ്ങോട്ടാണ് ഡയറക്ഷൻ ഉണ്ടാവുക. ദെൻ ഓക്കെ, O മുതൽ നമ്മൾ കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ ആവുക? O ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇതെന്തായിരിക്കും? ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കുമോ? ഇല്ല. ബിയുടെയും എയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സിയുടെയും ഡിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ബിയുടെയും എയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം, സിയുടെയും ഡിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, FA ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ്, F അല്ല E, മാഗ്നിറ്റ്യൂഡ് ഓഫ് EA ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് EB ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എല്ലായിടത്തും സെൻറ്ററിലോട്ടുള്ള സെയിം ആണ്, GM ഡിവൈഡഡ് ബൈ R². ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് EC ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ED ഈക്വൽ ടു എന്ത് കിട്ടും? ECയും EDയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, G × 2M ഡിവൈഡഡ് ബൈ R². ഇനിയോ ഇത് രണ്ടും എങ്ങനെയാണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ?
അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജി എം ബൈ ആർ സ്ക്വയറും ഇവിടുന്ന് ഇങ്ങോട്ട് ജി 2m ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്യാം. ഇത് രണ്ടും കൂടി നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നോക്കിയേ, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ജി 2m ബൈ ആർ സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും റിസൾട്ടൻ്റ് വരിക. എന്തായിരിക്കും, എഫ് ഡി മൈനസ് എഫ് ബി. ഇനിയോ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്യാം. എഫ് എ എഫ് സിയും ഏതാ കൂടുതലാ, എഫ് സി ആണ് കൂടുതൽ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഈസി ഇൻറ്റൻസിറ്റി അറ്റ് സി എത്രയായിരിക്കും, ജി 2m ബൈ ആർ സ്ക്വയർ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എഫക്റ്റീവ് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ട്. അപ്പോൾ എന്തായിരിക്കും, ഇ സി മൈനസ് ഇ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. സ്ക്വയർ ആണ്, ഡയഗണൽ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തു, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തു. റിസൾട്ടൻ്റ് എത്ര കിട്ടും, ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ ഇങ്ങോട്ട്. റിസൾട്ടൻ്റ് എടുക്കാം. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. വാല്യൂ ഇ രണ്ടിൻ്റെയും കൂടിയും വാല്യൂ നമ്മൾ എന്തെടുത്തു, ഇതിൻ്റെ വാല്യൂം ഇ ഇതിൻ്റെ വാല്യൂം ഇ. അപ്പോൾ റൂട്ട് ഓഫ് നെറ്റ് ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് 2e square cos 90 0 root 2 times e is equal to root 2 gm divided by r square. ഇനി r എത്രയാണ്, r തന്നിട്ടില്ല, പകരം a ആണ് തന്നിരിക്കുന്നത്. ഡയഗണൽ എന്തായിരിക്കും, ഇതും a ഇതും a. ഡയഗണൽ എന്തായിരിക്കും, ഒരു സ്ക്വയറിൻ്റെ രണ്ട് സൈഡ് a a. അപ്പോൾ ഡയഗണൽ എന്തായിരിക്കും, a root 2. അപ്പോൾ സെൻറ്റർ എത്രയായിരിക്കും, a root 2 by 2 a by root 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടി നോക്കിയേ, ഈ നെറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. ദെൻ എത്ര കിട്ടും, 2 root 2 gm ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഓക്കെ, പാരലൽ ടു എം ഡിക്ക് എ ഡിക്ക് പാരലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന, എയും ബിയും തമ്മിലുണ്ടാക്കുന്ന ഇ അത് രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സിയും ഡിയും തമ്മിലുണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റിയും സെയിം ആണ്. ബട്ട് ഇത് രണ്ടും എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ്. അപ്പോൾ ചുമ്മാ നമുക്ക് മൈനസ് ചെയ്യാം. ക്ലിയർ അല്ലേ. ദെൻ അഗെയിൻ ഒരു ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ. 3 കോർണറിലും ഓരോ മാസ് ഇരിക്കുന്നുണ്ട്. 3 കോർണറിലും ഓരോ മാസ് ഇരിക്കുന്നുണ്ട്. മാസ് സപ്പോസ് 1 കിലോഗ്രാം 2 കിലോഗ്രാം ആൻഡ് 3 കിലോഗ്രാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് സെൻറ്റർ ഒന്നല്ല, ഫൈൻഡ് ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് എ. 2 കിലോഗ്രാമിൻ്റെ പോയിന്റിൽ എങ്ങനെ കണ്ടുപിടിക്കുക, അറ്റ് ദ പോയിന്റ് എ ആണ് കണ്ടുപിടിക്കുന്നത്, എ ബി സി. Find the intensity at the point A. Find the intensity at the point A. എത്രയായിരിക്കും, ഫസ്റ്റ് കണ്ടുപിടിക്കണം. എന്താണ്, ഇത് കാരണം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി എത്രയാണ്, ഇത് കാരണം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ. അപ്പോൾ ഒന്ന് നോക്കാം. എന്തായിരിക്കും നോക്കിയേ, സി കാരണം ഇതെന്ന് ഇങ്ങോട്ട് ഇതോ ആയിരിക്കും ഇ സി, ഇതായിരിക്കും ഇ ബി. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയും എന്തെടുക്കാം, നമുക്ക് വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും റിസൾട്ടൻ്റ്. ഡൗട്ടില്ലല്ലോ. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം, ഇ സി അല്ലെങ്കിൽ ഇ ബി എത്രയാണ് നോക്കാം. ജി ഇൻറ്റു എം എത്രയാണ്, 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ 1 സ്ക്വയർ ജി ഇൻറ്റു 1. ഇതിൻ്റെ മാസ് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? M1 M2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഫോഴ്സ് ആണ് കിട്ടുക. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് എ. ഇൻറ്റൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ. M1 M2 എടുക്കേണ്ട ആവശ്യമുണ്ടോ? M1 M2 എടുത്താലും കുഴപ്പമൊന്നുമില്ല, ബൈ ഫോഴ്സ് ബൈ മാസ് എടുക്കണം അവസാനം, അത്രേ ഉള്ളൂ. ദെൻ ഞാൻ നേരിട്ടിട്ടാണ് എടുക്കുന്നത്. ദെൻ ജി into 1 divided by 1 square. Then EC is equal to G into 3 divided by 1 square.
ഓക്കെ അല്ലേ? ദെൻ നെറ്റ് ഇ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് 3g സ്ക്വയർ പ്ലസ് ജി പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു 3g ഇൻറ്റു കോസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആംഗിൾ എത്രയായിരിക്കും? 60. കോസ് 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടും? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് 9g സ്ക്വയർ പ്ലസ് 2 കട്ട് ചെയ്ത് പോയി. ദെൻ എത്ര കിട്ടും? 3g സ്ക്വയർ. ദെൻ 13 root of 13g square is equal to root 13g. എത്ര കിട്ടാം? റൂട്ട് 30g. ആംഗിൾ എത്രയാണ്? റൂട്ട് 30g. ഇനി നമുക്ക് വേണമെങ്കിൽ ആംഗിൾ കൂടി കണ്ടുപിടിക്കാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ കിട്ടണം. ഇതെത്രയാണ്? രണ്ടെണ്ണം ഉണ്ട്. ഈസി എത്രയാണ്? 3g. എത്രയാണ്? g ആംഗിൾ 60 is the resultant. ഈ ആംഗിൾ എത്രയാണ്? ആൽഫ. ദെൻ ടാൻ ആൽഫ ഈക്വൽ ടു എങ്ങനെയാണ് പാരലോഗ്രാം ലോ? ബി സൈൻ തീറ്റ ജി സൈൻ 60 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി 3g എ പ്ലസ് ബി കോസ് തീറ്റ ജി കോസ് 60. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ജി ഇൻറ്റു സൈൻ 60 റൂട്ട് 3/2 ഡിവൈഡഡ് ബൈ 3g പ്ലസ് ജി ഇൻറ്റു 1/2. ദെൻ വാല്യൂ എത്ര കിട്ടും നോക്കിയേ? ജി എല്ലായിടത്തും കോമൺ ആണ്, കട്ട് ചെയ്ത് കളയാം. ദെൻ ടാൻ ആൽഫ ഈക്വൽ ടു റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1/2. 2 കട്ട് ചെയ്ത് പോയി. ദെൻ റൂട്ട് 3 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ വാല്യൂ എത്രയാണ്? റൂട്ട് 13g അലോങ് ആംഗിൾ എത്രയാണ്? ആംഗിൾ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3/7. നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ ഇയും കണ്ടുപിടിച്ചിട്ട് ചെയ്തു. അല്ല എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് ബി കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ എഫ് സി കണ്ടുപിടിക്കാം. എന്നിട്ട് എഫ് നെറ്റ് ഡിവൈഡഡ് ബൈ 2 കിലോഗ്രാം അങ്ങനെ ചെയ്താലും മതി. ഫോഴ്സ് ബൈ മസ് 2 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. ദെൻ എഫ് നെറ്റ് ഡിവൈഡഡ് ബൈ 2 കിലോഗ്രാം ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം ആൻസർ തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഡൗട്ടില്ലല്ലോ? അപ്പോൾ പോയിൻ്റ് മാസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, നിങ്ങൾ റെഗുലർ പോളിഗൺസ് ആണെങ്കിൽ, അതായത് ട്രയാങ്കിൾ ആവാം, അതല്ല എങ്കിൽ ട്രയാങ്കിൾ നോക്കുക, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നോക്കുക. ഹിയർ ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിലും സെയിം മാസ് ഇരിക്കുന്നു. എം 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 സൈഡ് എ എ എ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ എനിക്ക് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്തായിരിക്കും ഇൻറ്റൻസിറ്റി? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടായിരിക്കും. ഇ എ ഇങ്ങോട്ടുള്ള എന്തായിരിക്കും? ഇ ബി ഇങ്ങോട്ട് എന്തായിരിക്കും? ഇ സി. നമുക്ക് ഇ എയും ഇ ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ഈസ് 120 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് ഇ എന്ന് പറയുന്നത് എവിടും? ഇ എ പ്ലസ് ഇ ബി പ്ലസ് ഇ സി അല്ലേ? ചുമ്മാ മൂന്നെണ്ണത്തിൻ്റെയും കൂടി വെക്ടർ സം എടുത്താൽ മതി. ഇ എ പ്ലസ് ഇ ബി എത്ര കിട്ടും നോക്കിയേ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ സി. ഡൗട്ടില്ലല്ലോ? എത്ര കിട്ടും? ജി എം ഡിവൈഡഡ് ബൈ സ്ക്വയർ. മൂന്നെണ്ണത്തിൻ്റെയും മാസ് സെയിം ആണ്, സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? വെക്ടർ ഇ എ പ്ലസ് വെക്ടർ ഇ ബി എത്ര കിട്ടും മക്കളെ? റൂട്ട് ഓഫ് ഇ രണ്ടിൻ്റെ സെയിം ആയതുകൊണ്ട് ഞാൻ എന്തെടുത്തു? ഇ എന്നെടുത്തു. ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ പ്ലസ് 2e സ്ക്വയർ കോസ് 120 റൂട്ട് ഓഫ് 2e സ്ക്വയർ കോസ് 120 മൈനസ് 1/2 പ്ലസ് 2e സ്ക്വയർ ഇൻറ്റു മൈനസ് 1/2. 2 കട്ട് ചെയ്ത് പോയി. ദെൻ 2e സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ റൂട്ട് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കൂടി റിസൾട്ട് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്.
ഇയും ഇയും എന്തായിരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പം നെറ്റ് എന്ത് കിട്ടും നമുക്ക് സെൻറ്ററിൽ അഗെയിൻ 0. അതല്ലെങ്കിലും അറിയാം നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമും അവയുടെ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് എന്ത് തന്നെയായിരിക്കും സെയിം ആയിരിക്കും. The resultant of two equal vectors, two equal magnitude vectors and the angle between them is 120 degree, then the resultant is same magnitude ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ രണ്ടാമത്തെ സമ്മ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. റിസൾട്ടൻ്റ് എന്ത് കിട്ടും 0. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സ്ക്വയർ ആണെങ്കിൽ സെയിം മാസസ് ആണ് വെർട്ടിസസിൽ വെച്ചിട്ടുള്ളത് എങ്കിൽ എന്തായിരുന്നു സെൻറ്ററിലെ മാസ്, സെൻറ്ററിൽ ഇൻറ്റൻസിറ്റി എത്രയായിരുന്നു 0. ഒരു ട്രയാങ്കിൾ ആണെങ്കിലോ 0. അങ്ങനെയാണെങ്കിൽ ഏതൊരു പോളിഗൺ, ഏതൊരു റെഗുലർ പോളിഗൺ, പെൻറ്റഗൺ ആവട്ടെ അതല്ലെങ്കിൽ ഹെക്സഗൺ ആവട്ടെ, ഏതായാലും എല്ലാ ഭാഗത്തും സെയിം മാസാണ് എങ്കിൽ സെൻറ്ററിലെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും, സെൻറ്ററിലെ ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. ഏതൊരു റെഗുലർ പോളിഗണിൻ്റെയും എല്ലാ വെർട്ടിസസിലും ഉള്ള മാസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും സെൻറ്ററിലെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും, സെൻറ്ററിലെ ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ്, the gravitational force and the mass of a substance are 10 Newton and 5 kilogram. എന്തൊക്കെ തന്നിട്ടുണ്ട്? Force F is equal to 10 Newton and mass equal to 5 kilogram. Find the intensity. Intensity, electric field എത്രയാണ്, gravitational field എത്രയാണെന്ന് വെച്ചാൽ E is equal to F divided by, വളരെ ഈസിയാണ് അല്ലേ. F എത്രയാണ് 10 divided by 5 equal to 2 Newton per kilogram. ഈസി അല്ലേ? എന്ത് മാത്രം അറിഞ്ഞാൽ മതി, E is equal to F divided by force per unit mass ആണ് നമ്മുടെ intensity. Then the next question. Okay, there are two bodies of masses m1 m2 separated by a distance of r meter. At one distance from m1 the intensity of gravitational field is 0. Gravitational field intensity 0 ആവുന്നത് എപ്പോഴാണ്? ഇത് ജനറൽ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. രണ്ട് മാസ് m1 m2 അവ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഡിസ്റ്റൻസ്. അതിൽ എവിടെ വെച്ചാലാണ് ഇൻറ്റൻസിറ്റി 0? ഇതേപോലെ നമ്മൾ ഫോഴ്സ് 0 എന്ന് പറഞ്ഞിരുന്നു. ഫോഴ്സ് 0 ഉള്ള പോയിന്റിലല്ലേ മക്കളെ ഇൻറ്റൻസിറ്റി 0 ആവുക. F is equal to m into E അല്ലേ. മാസ് 0 അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നതല്ലേ ഇക്വിലിബ്രിയം പോയിന്റ് വരിക. ജസ്റ്റ് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പോയിന്റ് എടുത്തു P. ഇവിടെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി 0. ഫ്രം m1 ഇറ്റ് ഡിസ്റ്റൻസ് ഈസ് x. ദെൻ m2 എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, r-x. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റൻസിറ്റി 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇൻറ്റൻസിറ്റി P ഈക്വൽ ടു 0. ദെൻ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു m1 പ്ലസ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു m2 വെക്ടർ സം ഈസ് 0. m1 കാരണം ഡെൻസിറ്റി എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. m2 കാരണം ഡെൻസിറ്റി എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് വൈസ് ജസ്റ്റ് ഈക്വൽ ആയിരിക്കണം. ഇത് എന്തായിരിക്കണം, g ഇൻറ്റു m1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ is equal to g ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ r-x the whole square. രണ്ടെണ്ണത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റും ആയിരിക്കണം. എന്നാൽ മാത്രമേ നെറ്റ് 0 വരത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ജി കട്ട് ചെയ്തു. രണ്ട് സൈഡും ഞാൻ എന്തെടുത്തു, റൂട്ട് എടുത്തു. ദെൻ റൂട്ട് m1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു റൂട്ട് m2 ഡിവൈഡഡ് ബൈ r-x. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര കിട്ടും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. r-x ഇൻറ്റു റൂട്ട് m1 ഈക്വൽ ടു റൂട്ട് m2 ഇൻറ്റു എക്സ്. എക്സിൻ്റെ ടേം ഒക്കെ ഒന്നിച്ചെടുത്തു. ദെൻ എക്സ് ഇൻറ്റു റൂട്ട് m1 പ്ലസ് റൂട്ട് m2 ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് m1. അപ്പം നമുക്ക് ആൻസർ കിട്ടും. എത്ര ആൻസർ കിട്ടുക, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് m1 ഡിവൈഡഡ് ബൈ റൂട്ട് m1 പ്ലസ് റൂട്ട് m2 ഇൻറ്റു. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പം എന്താ ഇക്വേഷൻ, ഇൻറ്റൻസിറ്റി 0 ആവുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്,
root m1 divided by root m1 plus root m2 into r. Clear അല്ലേ? ജസ്റ്റ് നമുക്കിതിനൊന്ന് വാല്യൂ കൊടുത്തു നോക്കാം. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? കൺസിഡർ ടു ഒബ്ജക്റ്റ് ഓഫ് മാസസ് 16 kilogram and 9 kilogram. They are separated by a distance 12 centimeter. Find the point at which the intensity became 0. Find the point at which ഞാൻ 16 കിലോഗ്രാമിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് നിർത്തും. അപ്പോൾ എന്തായിരിക്കും 12 മൈനസ് എക്സ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ നമുക്കറിയാവുന്ന ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു റൂട്ട് m1 ഡിവൈഡഡ് ബൈ റൂട്ട് m2 പ്ലസ് റൂട്ട് m1 ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. റൂട്ട് m1 റൂട്ട് 16 ഡിവൈഡഡ് ബൈ root 16 plus root 9 into 12 centimeter. എത്ര കിട്ടും? root 16 4 into 12 divided by 4 plus 3 എത്ര കിട്ടും? 4 into 12 48 divided by 7 48 divided by 7 centimeter. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ അറിഞ്ഞാൽ മതി? ആ ജനറൽ ഇക്വേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താ ഇക്വേഷൻ? റൂട്ട് m1 ഡിവൈഡഡ് ബൈ റൂട്ട് m1 പ്ലസ് റൂട്ട് m2 ഇൻറ്റു ആർ. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആവശ്യമുള്ളെങ്കിലോ 12 മൈനസ് എക്സ് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് അറിയാമെങ്കിൽ ഇത് എത്രയായിരിക്കും? 12 മൈനസ് എക്സ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, infinite number of masses each of 6 kilogram are placed along x-axis at a distance 1 meter, 2 meter, 4 meter, 8 meter from the origin. ഇതാണ് x-axis എന്ന് വിചാരിക്കാം. ഇത് ഒറിജിൻ O. ദെൻ ആദ്യത്തെ മാസ് ഇരിക്കുന്നത് 1 മീറ്റർ അകലെ m മാസ് ഇരിക്കുന്നു. ദെൻ അടുത്തതോ 2 മീറ്റർ അകലെ വീണ്ടും m മാസ് ഇരിക്കുന്നു. അടുത്തതോ 4 മീറ്റർ അകലെയാണ് m. അങ്ങനെ ഇൻഫിനിറ്റി വരെ. ഒന്നാമത്തെ 1 മീറ്റർ, രണ്ടാമത്തെയോ 1 മീറ്റർ, ഇവിടെ മുതൽ ഇവിടം വരെ 2 മീറ്റർ, ഇവിടെ മുതൽ ഇവിടം വരെ 4 മീറ്റർ. ജസ്റ്റ് അങ്ങനെ തന്നെ പോകുന്നു. സെയിം മാസാണ്. m എത്രയാണ്? 6 കിലോഗ്രാം 6 കിലോഗ്രാം 6 കിലോഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് O? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് O തന്നെ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡാണ് ക്വസ്റ്റ്യൻ. ദെൻ വെക്ടർ E കണ്ട E ഇസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ സമ്മ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ എന്ത് പഠിക്കാം? G ഇൻറ്റു m ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് G ഇൻറ്റു m ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ പ്ലസ് G ഇൻറ്റു m ഡിവൈഡഡ് ബൈ 2 കഴിഞ്ഞ അടുത്ത് എന്താണ്? 4 സ്ക്വയർ അപ് ടു ഇൻഫിനിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി എം കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. 1/1 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/4 സ്ക്വയർ. അപ്പം നമുക്ക് എന്താ ചെയ്യാം? 2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ ദ ഹോൾ 2 ക്യൂബ് ദ ഹോൾ സ്ക്വയർ. ജി എം ഡിവൈഡഡ് ബൈ 8 സ്ക്വയർ അല്ലേ? ഇത് എന്താ സാധനം? 1/1 1/4 1/16. എന്താ സാധനം? അതൊരു ജി പി ആണല്ലേ. കോമൺ റേഷ്യോ എത്രയാ? 1/4. കോമൺ റേഷ്യോ എത്രയാണ്? 1/4. അപ്പോൾ കോമൺ റേഷ്യോ 1/4 ആയിട്ടുള്ള ഒരു ജി പി ആണത്. അപ്പോൾ ജി പിയുടെ സം എത്രയാ? സം ഓഫ് ജി പി ഇൻഫിനിറ്റി ആണെങ്കിലോ എ ഡിവൈഡഡ് ബൈ 1 മൈനസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എത്രയാണ്? ഫസ്റ്റ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/4. എത്ര കിട്ടും? 4 മൈനസ് 1 3. മുന്നോട്ട് പോയി 4 ഡിവൈഡഡ് ബൈ 4/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എമ്മിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, 6 കിലോഗ്രാം. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എത്ര കിട്ടും? ഇൻറ്റൻസിറ്റി ജി ഇൻറ്റു എം എത്രയാണ്? 6 ഇൻറ്റു 4/3. കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ 2 ഇൻറ്റു 4 8g. എത്രയാണ് ഇൻറ്റൻസിറ്റി? ന്യൂട്ടൺ പെർ കിലോഗ്രാം. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇതെന്താണ്? ജി പി ആണ്. ജി പിയുടെ സമ്മ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.